എങ്ങോട്ടാ ഇനി വന്നേ? കർക്കിടകപ്പയത്തേ അന്യാൻ തന്നെ ഇല്ലയോ? അത് പിന്നെ പറയണോ? എവിടെ ആയിരുന്നു? ഞാനാ ബലിച്ചോറ് തിന്നാൻ പോയതാ. മൊത്തം എള്ളും പൂവും. എടാ നീ അല്ലാതെ ആരെങ്കിലും ഈ ഉണക്കലരി തിന്നാൻ പോകും? അല്ല, ഓരോ ആചാരങ്ങളൊക്കെ ആകുമ്പോ. ആചാരം പോലും. എടാ നമുക്ക് എന്താ വേണ്ടത്? ഈ നാറികളായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ട്? ഇല്ല, ചോദിച്ചിട്ടില്ല. സത്യം പറയാലോ, ഇത്തിരി മീഞ്ചാരെങ്കിലും ഇല്ലാതെ രണ്ട് പറ്റ എന്റെ തൊണ്ട നടക്കത്തില്ല. അതും ശരിയാ. കാലത്തെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയില്ലേ? പുട്ടും പയറും പപ്പടവും. അത് പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം ഇല്ലേ? എനിക്ക് പുട്ടും പയറും ഒക്കെ കണ്ണെടുത്ത കണ്ടിടൊന്നും തള്ളക്ക് അറിയാവുന്നേ. എടാ മോനെ, ആണ്ടിലൊരിക്കലാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. നീ വെറുതെ അത് കളയല്ലേ, ഇനി 1 വർഷം കാത്തിരിക്കേണ്ടി വരും. അല്ല, അവിടെ എന്താ വരുന്ന കഴിക്കാൻ? ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി. അപ്പൊ മറ്റേ വടയില്ലേ? അത് 16-ന്. യെസ്, ഞാൻ ഓർക്കുന്നു. എന്ത്? ഞാനിപ്പോ വരാവേ. A few moments later. ഒന്ന് മിനിങ്ങിയല്ലേ? മോനൊരു 1.5 ഒഴിച്ചു വെച്ചിരുന്നു. ഏതാ ബ്രാൻഡ്? MC റിസർവ്. നിങ്ങളുടെയൊക്കെ സമയം. അല്ല, നീ അടിക്കൂലേ? അടിക്കാനേ ചെയ്യും, പക്ഷെ ആരെങ്കിലും തരണ്ടേ? അതെന്താ? ഞാൻ അടിക്കുന്നുള്ള എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയത്തില്ല. അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ ഡീലിങ്ങേ. അമ്പടാ. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോ എന്റെ വീട്ടുകാരും നാട്ടുകാരും ഇത് അറിഞ്ഞു. അതെങ്ങനെ? ആ കള്ള നായിന്റെ മോൻ ഡോക്ടർ എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ലേ ഞാൻ വെള്ളം അടിച്ചിട്ട് അപകടം ഉണ്ടായെന്ന് എഴുതി വെച്ചേക്കുന്നു. എനിക്ക് ഇൻഷുറൻസ് പോലും കിട്ടിയില്ല. കഴിവറാമോ ആ ലാസ്റ്റ് ഡയലോഗേ, നീ ഡോക്ടറെ വിളിച്ചതാണോ അതോ നിന്റെ വീട്ടുകാർ നിന്നെ വിളിച്ചതാണോ?